ഫ്രണ്ട്സ്, വെൽക്കം ടു രഞ്ജൂസ് കൂഡ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു മഷ്റൂം മട്ടർ മസാലയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ 3 സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നുണ്ട്. സവാള അരിയുമ്പോൾ കരയുന്ന അമ്മേനെ സമാധാനിപ്പിക്കുന്ന എൻ്റെ കുട്ടി. അത് നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവാള അതിലോട്ടിടുന്നുണ്ട്. പിന്നെ 1 കഷ്ണം ഇഞ്ചി, ഒരു 8 അല്ലി വെളുത്തുള്ളി, ഇതും കൂടി ചെറുതായിട്ട് മുറിച്ചിട്ട് നമ്മൾ അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ട് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു പണിയാണ്. നമുക്ക് ഇതിനകത്ത് എല്ലാം പേസ്റ്റായിട്ടാണ് വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് മുറിച്ചിട്ട് ഞാൻ അതും പേസ്റ്റ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ പേസ്റ്റ് ആക്കി എടുക്കുക. പിന്നെ കാഷ്യൂനട്ട് ഒരു 15 എണ്ണം കുതിർത്ത് വെച്ച് ഞാൻ 2 മണിക്കൂർ കുതിർത്ത് വെച്ചാണ്. അപ്പോൾ അതും നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതും കൂടി നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പം പേസ്റ്റ് ആക്കുമ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം നന്നായിട്ട് എല്ലാം പേസ്റ്റ് ആക്കിയിട്ട് മാറ്റി വെക്കാം. വീണ്ടും പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ജീരകം ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇടുന്നുണ്ട്. പിന്നെ 2 ഏലക്ക, 2 ഗ്രാമ്പു, കറുവപ്പട്ട ഒരു പീസ് അതും കൂടി, പിന്നെ ബേ ലീവ്സ് ഒരെണ്ണം, 1 2 ഒക്കെ ഇടാം, നമുക്ക് ഇഷ്ടത്തിനുള്ള ഇടാം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മൾ വഴറ്റിയെടുക്കുക. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയാണ്. അപ്പോൾ അതിന് എരിവിനനുസരിച്ച് നമുക്ക് കുറയ്ക്കാവുന്നതാണ്. 1 ടീസ്പൂൺ ഇടാം. ഇതിപ്പോൾ നല്ല എരിവുണ്ടാവും. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിലിടണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളിയുടെ പേസ്റ്റ് അത് അതിനകത്തിട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളിയുടെ പേസ്റ്റ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓൾറെഡി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റും അതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ തക്കാളി ഓൾറെഡി നമ്മൾ പച്ച തക്കാളിയാണ് അരച്ചിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഒരു പച്ച മണം അതിനെന്തായാലും ഉണ്ടാവും. അപ്പോൾ അതൊന്ന് വെന്ത് വരണം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാവുള്ളൂ, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പം ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് നന്നായിട്ട് അതിൻ്റെ ഒരു നീരെല്ലാം വലിച്ചെടുത്ത് ഒരു എണ്ണ തെളിഞ്ഞ് വരുന്നൊരു സമയമുണ്ട്. അതാണ് കറക്റ്റ് അതിൻ്റെ ഒരു പാകമാകുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി നല്ലൊരു ഗ്രേവി രൂപത്തിലായിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് സമയം. അപ്പോൾ ഈ സമയം നമ്മൾ ഓൾറെഡി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു 1/2 കിലോ, ഞാൻ 1/2 കിലോ മഷ്റൂം എടുത്തിട്ടുണ്ട്. 1/2 കിലോ മഷ്റൂമും പിന്നെ അതിനകത്ത് മട്ടർ ഒരു 250 ഗ്രാമും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. മട്ടർ നിങ്ങൾക്ക് പെട്ടെന്ന് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മട്ടർ വേണമെങ്കിൽ കുക്കറിലിട്ട് ഒരു വിസിലടിച്ചിട്ട് വേവിച്ചിട്ടാക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വേവിച്ചിട്ടാക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. പക്ഷെ ഞാനിത് അല്ലാതെ തന്നെ ഇട്ടത്. അപ്പോൾ എനിക്ക് കുറച്ച് സമയമുള്ളതുകൊണ്ട് ഞാൻ അല്ലാതെ തന്നെ ഇട്ടു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും. ഞാനിപ്പം മറ്റൊരു പച്ചയ്ക്ക് അങ്ങനെ ഇട്ടത് കൊണ്ട് കുറച്ച് സമയം എടുക്കും എന്തായാലും വെന്ത് വരാൻ വേണ്ടിയിട്ട്. കുക്കറിലാക്കൊണ്ട് നമുക്ക് അത്രയും സമയം വേണ്ടി വരില്ല. കൂടുതൽ അത്രമാത്രം വേവൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അടച്ച് വെച്ച് വേവിക്കും. പിന്നെ ഞാൻ വെള്ളമൊന്നും അഡീഷണലായിട്ട് ചേർത്തിട്ടില്ല. കൂടുതൽ നിന്ന് തന്നെ നല്ലപോലെ വെള്ളം ഇറങ്ങും. നിങ്ങൾ കണ്ടില്ലേ, നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. അപ്പം നമുക്ക് അങ്ങനെ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഉപ്പ് നിങ്ങൾക്ക് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ചേർക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന കശുവണ്ടിയുടെ പേസ്റ്റ് അതും കൂടി അതിനകത്ത് ചേർക്കാം. അപ്പോൾ കശുവണ്ടി ചേർക്കുമ്പോൾ നമ്മളൊരു തേങ്ങാപ്പാലൊക്കെ ചേർത്തൊരു ഫീലാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു തിക്നെസ്സും ഒക്കെ വരും. അപ്പോൾ നല്ലപോലെ അത് ഇളക്കി കൊടുക്കുക. ഒന്നുകൂടെ നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇപ്പം തന്നെ ഒരു തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ മഷ്റൂം മട്ടറൊക്കെ ഉപയോഗിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ എന്നും സെയിം കറിയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും അത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ എരിവ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എരിവ് ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ മുളക് പൊടി ചേർക്കാം. 1.5 ടീസ്പൂൺ, ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഒക്കെ ചേർത്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ 2 ടീസ്പൂൺ അല്ല 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. പിന്നെ കസ്തൂരി മേത്ത എല്ലാ ഷോപ്പിലും വാങ്ങുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ
ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഗരം മസാല, ഇതൊക്കെ ഒരു നല്ലൊരു ഫ്ലേവറും ഇതൊക്കെ കിട്ടും. പിന്നെ മല്ലിയില, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ ഇതായി നമ്മുടെ കറി. നിങ്ങൾ നോക്കിയാൽ നല്ല തിക്ക് ആയിട്ടുള്ള, കാണുമ്പോൾ തന്നെ കൊതി വരും അല്ലേ, അതുപോലത്തെ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉപ്പ് നിങ്ങൾ ലാസ്റ്റ് ഒന്നുകൂടി നോക്കേണ്ടതാണ്, നോക്കിയിട്ട്, കാരണം കൂണ് തന്നെ കുറേ ഉപ്പ് വലിച്ചെടുക്കും. അപ്പം ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിടാം. എന്നിട്ട് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ കുക്കിംഗ് വീഡിയോസൊക്കെ കിട്ടുവാനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരെക്കും ബൈ ബൈ.